ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുകയും അതിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എൻ്റെ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ 3 വിഭാഗത്തോട് പ്രത്യേകമായി ചില കാര്യങ്ങൾ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി നമ്മുടെ നാട്ടിലുള്ള അമുസ്ലിം സുഹൃത്തുക്കളോടാണ്. വഖഫ് എന്നതിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള കൺസെപ്റ്റ്, നിങ്ങളുടെ ധാരണകൾ എന്താണ് എന്നറിയുവാൻ ആഗ്രഹമുണ്ട്. ഇവിടെ പലരും ബോധപൂർവം അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭരണസിരാ കേന്ദ്രങ്ങളിൽ പോലും കൃത്യമായ അറിവില്ലാതെ മനുഷ്യർക്കിടയിൽ വിദ്വേഷവും സ്പർദ്ധയും വളർത്തുവാൻ വേണ്ടി ബോധപൂർവം അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ഭരണ സംവിധാനമാണ് എന്നും മറ്റൊരു സമുദായങ്ങളുടെ സ്വത്തുവകകൾ പിടിച്ചെടുക്കുവാനുള്ള മുസ്ലിങ്ങളുടെ പക്കലുള്ള സംവിധാനമാണ് എന്നുമൊക്കെ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് വഖഫ് എന്നത് നമ്മൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. അത് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു മുസ്ലിം തൻ്റെ സ്വകാര്യ സ്വത്ത്, പ്രൈവറ്റ് പ്രോപ്പർട്ടി പടച്ചവന്റെ മാർഗത്തിൽ സമൂഹത്തിന് നന്മക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു പുണ്യകർമ്മമാണ്, ദാനമാണ് വഖഫ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ സ്വന്തം സ്വത്ത് ദാനമായി കൊടുത്ത അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മദീനയിലെ ബൈറുഹാ തോട്ടം ഇസ്ലാമിന്റെ അല്ലെങ്കിൽ സമൂഹത്തിന്റെ സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി വിട്ടുകൊടുത്ത അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖൈബറിലെ തന്റെ ഭൂമി ആളുകൾക്ക് വേണ്ടി നന്മക്കായി വിട്ടുകൊടുത്ത വഖഫിന്റെ ചരിത്രം, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിലെ ആളുകൾ വെള്ളം കുടിക്കുവാൻ കഷ്ടപ്പെട്ടപ്പോൾ ബിഅ്റു റൂമ സമ്മാനിച്ച ചരിത്രം ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വഖഫിന്റെ പേരിലുള്ള ഈ കളികളും കുതന്ത്രങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന്റെ ഗുണഫലങ്ങൾ കൊറോണ പോലെ, അതേപോലെ തന്നെയുള്ള പ്രളയത്തിന്റെ സമയത്ത് ഈ നാട്ടിലുള്ള എല്ലാവരും ഉപയോഗിച്ചതാണ്. അതിന്റെ ഗുണങ്ങൾ പറ്റിയവരാണ്. മദ്രസകളും പള്ളികളും ഒക്കെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അമുസ്ലിങ്ങൾക്ക് തടഞ്ഞു വെക്കാതെ അതിന്റെ എല്ലാ ഗുണഫലങ്ങളും ഈ നാട്ടിൽ ഉപയോഗിക്കുവാൻ സാധിച്ചത് വഖഫ് എന്ന സംവിധാനം നിലനിന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അതുപോലെ സഹോദരങ്ങളെ, വഖഫിന്റെ പേരിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ആ കുതന്ത്രത്തിന്റെ കുത്തക ഏറ്റെടുത്തിട്ടുള്ള സംഘപരിവാർ ശക്തികളുടെ അജണ്ടകൾ നമ്മൾ തിരിച്ചറിയണം എന്നാണ് അവരോട് എനിക്ക് ഉണർത്തുവാനുള്ളത്. രണ്ടാമതായി മുസ്ലിം സമുദായത്തിലെ ഓരോരുത്തരോടുമാണ് എനിക്ക് ഉണർത്തുവാനുള്ളത്. പരീക്ഷണങ്ങൾ ഈ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. ആ സന്ദർഭത്തിൽ നാം എടുക്കുന്ന സമീപനങ്ങൾ, നമ്മുടെ നിലപാടുകൾ എന്താണ് എന്നത് നമ്മുടെ പരലോക വിജയം കൂടി നിർണ്ണയിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഒപ്പം വൈകാരികമായി എടുത്തുചാടി പ്രതികരിക്കാതെ അത് ഗുണകരമല്ല, ആത്മഹത്യപരമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം നമുക്കുണ്ടാകേണ്ടതുണ്ട്. കാരണം എന്നെയും നിങ്ങളെയും അഥവാ മുസ്ലിം ഉമ്മത്തിനെ വൈകാരികതയുടെ പേര് പറഞ്ഞ് ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് തല്ലിക്കൊല്ലുവാനാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാൽ അവർ ഇട്ടുതരുന്ന ചൂണ്ടകളിൽ കൊത്തേണ്ടവരല്ല നമ്മൾ. ഇവിടെ ആടിനെ പട്ടിയാക്കുവാനും അതിനെ പിന്നീട് പേപ്പട്ടി എന്ന് വിളിക്കുവാനും ആ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുവാനും ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ അവരുടെ കെണികളെ അതിജയിക്കുവാനുള്ള ബുദ്ധിപൂർവമായ സമീപനങ്ങളാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അപ്രകാരം തന്നെ മതേതര ചേരിയെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരുടെ പരിശ്രമങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുത്. രാജ്യസഭയിലും അതേപോലെ തന്നെ പാർലമെന്റിലും സുപ്രീം കോടതിയിലുമെല്ലാം നമ്മൾ കേട്ട ശബ്ദം മുസ്ലിങ്ങളുടേത് മാത്രമായിരുന്നില്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന പ്രതിപക്ഷ നിരയുടെ ഒന്നിച്ചുള്ള നീക്കം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അവരെ വേദനിപ്പിക്കുന്ന, അവരുടെ പിന്തുണയെ ഇല്ലാതെയാക്കുന്ന ഒരു ശ്രമവും ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുവാൻ പാടില്ല എന്നത് സ്നേഹത്തോടുകൂടി എൻ്റെ ഉമ്മത്തിന് ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്രകാരം തന്നെ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു നാട് എന്നുള്ള നിലയിൽ നിയമപരമായി നേരിടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സമർത്ഥരായ അഭിഭാഷകരെ കൊണ്ട് സുപ്രീം കോടതിയിൽ നമ്മൾ നേരിട്ടതുപോലെ ഇനിയും അതിന്റെ മാന്യമായ ഏതറ്റം വരെയും പോകുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായി എനിക്ക് പറയുവാനുള്ളത്, ഇവിടെയുള്ള അധികാരം കൈയാളുന്ന അധികാരവർഗത്തോടാണ്. നന്മക്കും നീതിക്കും സത്യത്തിനും വേണ്ടിയായിരിക്കണം നിങ്ങളുടെ സ്വാധീനവും കഴിവും ശക്തിയും അധികാരവുമെല്ലാം ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാതിരുന്നാൽ പലതരത്തിലുള്ള ശക്തന്മാരായ ആളുകൾ
ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ചരിത്രത്തിൽ അവർക്കുള്ള സ്ഥാനം എന്താണ് എന്നത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും നിങ്ങൾ തയ്യാറാകണം. ഇന്ത്യയുടെ ചരിത്രം എന്ന് പരിശോധിച്ചാൽ ഗാന്ധിജി ഒരു മുസൽമാനല്ലായിരുന്നിട്ടും നമ്മളെല്ലാവരും ആദരിക്കുകയും ഇന്നും ലോകം ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി സ്ഥാനം നൽകി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ കൊന്നതും ഒരു ഹൈന്ദവനായിരുന്നു, ഗോഡ്സെ ആയിരുന്നു. അയാൾക്കുള്ള ചരിത്രത്തിലെ ഇടം എന്താണ് എന്നത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഫറോവയുടെ സ്ഥാനവും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സ്ഥാനവും ചരിത്രം നമുക്ക് നൽകുന്ന കൃത്യമായ ദിശാബോധമാണ് എങ്കിൽ അവസാനമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 160-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു നിങ്ങളെ സഹായിക്കുവാനുണ്ടെങ്കിൽ നിങ്ങളെ അതിജയിക്കാൻ, നിങ്ങളെ ഇല്ലാതെയാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഇനി ആ പടച്ചറബ് നിങ്ങളെ കൈയൊഴിക്കുകയാണ് എങ്കിലോ അവന് ശേഷം ആ പടച്ചറബിന് പുറമെ ആരാണ് നിങ്ങളെ സഹായിക്കുവാനുണ്ടാവുക? അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ ഇസ്ലാമിന്റെ വിശ്വാസത്തിലേക്ക്, ആദർശത്തിലേക്ക്, പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന സത്യസരണയിലേക്ക് തിരിച്ചു വന്ന് റബ്ബിൽ തവക്കുലാക്കി തിന്മകൾക്കെതിരെ അതിശക്തമായി പോരാടുവാൻ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ പോരാട്ടത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്ത പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.